നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മേലൂർ ഗ്രാമപഞ്ചായത്ത് നടുത്തുരുത്ത് 13-ാം വാർഡിൽ ഡിവൈൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന വിധേയത്തിൽ ബാബു മകൻ എബിൻ എന്ന യുവാവിനെയാണ് ശമരിയൻ ഇന്ന് സുമനസ്സുകളായ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് ഷീജ പോളി. ഞാൻ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലുള്ള ഡിവൈൻ ക്വാർട്ടേഴ്സ് താമസിക്കുന്ന വിധേയത്തിൽ ബാബു ആൽമി ദമ്പതികളുടെ മകനായ എബിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എബിക്ക് കൊരട്ടിയിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും ക്രിട്ടിക്കൽ സ്റ്റേജ് വരെ എത്തുകയും ചെയ്തു. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ഭവനത്തിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. അപ്പച്ചനും അമ്മച്ചിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടുന്നതാണ് അവരുടെ കുടുംബം. ഈ മകൻ്റെ ഒരു വരുമാനത്തോടു കൂടിയാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ മകന് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതോടുകൂടി ഈ വീടിൻ്റെ അവസ്ഥ വളരെ സങ്കടകരമായൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഈ മകൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം മറ്റൊരാളുടെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഭക്ഷണം കഴിക്കാനായാലും എണീറ്റിരിക്കാനായും എല്ലാം മറ്റൊരാളുടെ സപ്പോർട്ട് വേണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെറിയൊരു ഷോപ്പിൽ ചെയ്യുന്ന ചെറിയൊരു തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇപ്പോൾ ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മകൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകരോട് ഈ കുടുംബത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തു നൽകണമെന്ന് അപേക്ഷിക്കുന്നു. വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരൻ ഇന്ന് പരസഹായം കൂടാതെ ഒന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുകയാണ്. ഒരു ആക്സിഡന്റിനെ തുടർന്ന് ഇയാളുടെ തലക്കേറ്റ ആഘാതം മൂലം ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുകയും തുടർന്ന് കുറേ നാൾ ICUവിലും അതിനുശേഷം കുറേ ദിവസങ്ങൾ പാലിയേറ്റീവ് കെയറിലും കഴിഞ്ഞ ശേഷം ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ പേര് ബാബു വിജയ്, വിധേയത്തിൽ ഹൗസ്, കിൻഫ്ര പാർക്ക്, കൊരട്ടി. ഞാൻ ഇപ്പോൾ ഈ അപകടം പറ്റിയ മകൻ്റെ അപ്പനാണ്. എനിക്കുള്ളത് ആകെ 2 മക്കളാണ്. മൂത്ത ആൾ മകളാണ്, അവളെ വിവാഹം കഴിച്ചയച്ചു. രണ്ടാമത്തെ മകനാണ് എബിൻ, എൻ്റെ മകൻ. അവൻ 31 വയസ്സുണ്ട്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. കുട്ടികളായിട്ടില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവൻ തന്നെയാണ്. ഇവന് 31 വയസ്സുണ്ട്. എനിക്കീ കാലിന് മുട്ടിന് വേദനയോട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഭാര്യയും രോഗിയായിട്ടിരിക്കുകയാണ്. അവൾക്ക് ഷുഗർ പറ്റുള്ള ഗുളികൾ കഴിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഇവനായിരുന്നു. ഇവനാണ് പെട്ടെന്ന് ഡിസംബർ 2-ാം തീയതി ഒരു കാർ അപകടം പറ്റിയത്. നല്ല മഴയുണ്ടായ സമയത്തായിരുന്നു. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ രാത്രി 10 മണിക്കാണ് അപകടം സംഭവിക്കുന്നതെങ്കിലും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ അറിയുന്നത് 2 മണിക്കാണ്. അപകടം പറ്റി റോഡിൽ കിടക്കുകയായിരുന്നു. അവിടെ കണ്ട് മറ്റുള്ള വണ്ടികൾ വന്ന് കണ്ടിട്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആദ്യം ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് വളരെ ക്രിട്ടിക്കലായിട്ട് അവസ്ഥയിലായിരുന്നു. റെഡ് സോണിലാണ് ആദ്യം കണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപ്പോൾ ആ സമയത്ത് വളരെയധികം വില കൂടിയ മരുന്നുകളാണ് തന്നത്. 2000-3000 രൂപയുടെ മരുന്നുകളാണ് ഓരോ ഇഞ്ചക്ഷൻ ചെയ്ത് തന്നിരുന്നത്. അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ സഹായങ്ങൾ, ബന്ധുക്കളുടെ സഹായങ്ങൾ, അവിടുന്ന് നമുക്ക് വായ്പ കൊടുത്ത പൈസകൾ, പിന്നെ അവരുടെ ഭാര്യ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ അവിടുന്ന് അവർ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിറ്റിട്ടാണ് ബാക്കിയുള്ള ചികിത്സകളൊക്കെ നടത്തിയത്. വളരെ സാമ്പത്തികമായിട്ട് ഇനിയും വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
എബിന് കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു തൊഴിൽ. വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാണ് എബിനെ ഈ അവസ്ഥയിലാക്കിയ കാർ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ അപകടം സംഭവിച്ചത് വളരെ മനോവിഷമത്തോടെയാണ് ഇവർ ഓർക്കുന്നത്. ഇപ്പോൾ ഭക്ഷണം ട്യൂബിലൂടെയാണ് കഴിക്കുന്നത്. പരസഹായം കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അമ്മയും അച്ഛനും രോഗാവസ്ഥയിലാണ്. ഷുഗറും തൈറോയിഡും ഹൃദ്രോഗവും ഒക്കെയായി ഇവരെയും അലട്ടുന്നു. മകന് കൈസഹായം ആവശ്യമുള്ള ഈ സമയത്ത് അവരുടെ അനാരോഗ്യം കാരണം അത്തരം കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അങ്കമാലി പീച്ചാനിക്കാട് അമലാഭവൻ എന്നൊരു പാലിയേറ്റീവ് കെയറിൽ 1 മാസത്തോളം അവിടെ ആയിരുന്നു. അവിടെ പിന്നെ 1 മാസത്തിൽ കൂടുതൽ കിടക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ മാറ്റി. വീട്ടിലേക്ക് മാറ്റിയിട്ട് ആൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മൂക്കിൽ ട്യൂബിൽ കൂടെ ആയിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നത്. യൂറിൻ പാസ് ട്യൂബിൽ കൂടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഭയങ്കര ആൾ അസ്വസ്ഥതയായിരുന്നു. ഗുളിക പവറുള്ള ഗുളിയായതിന് ആൾ വയലൻ്റ് ആവും. 2 കൈയും 2 കാലും കെട്ടിയിട്ടാണ് ഞങ്ങൾ ചില സമയത്ത് രാത്രി ഇങ്ങനെ കിടത്താറ്. ആളെ കിടന്ന് കിടപ്പിൽ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ പോകാനുള്ള ടെൻഡൻസി. എഴുന്നേറ്റ് ഞങ്ങൾ അത്ര പേര്, ഞാനും ഭാര്യയും അവൻ്റെ ഭാര്യയും 3 പേര് പിടിച്ചാൽ നിൽക്കാത്തൊരു കണ്ടീഷൻ. പ്രത്യേക ഒരു ശക്തിയാണ് അവന് ആ സമയത്ത്. ഗുളികയുടെ പവറാണത്. മരുന്ന് വളരെ വില കൂടിയ മരുന്നുകളാണ്. ഗുളികളൊക്കെ നല്ല 5-8 ഗുളികളുണ്ട്. വില കൂടി പവർ, ഈ ബുദ്ധിക്ക് വികാസം വയ്ക്കാനുള്ള മരുന്നുകളാണ്. അത് 4 CT സ്കാനും ഒരു MRI ഒക്കെ എടുത്തു മെഡിക്കൽ കോളേജിൽ വെച്ച്. 18 ട്രീറ്റ്മെൻറ്റ് എല്ലാ മാസവും അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഈ മാസം കൂടി കഴിഞ്ഞ് ഈ മാസം ലാസ്റ്റ് വീണ്ടും കൊണ്ടുപോയി ചെന്നിട്ട് ബുദ്ധിയുടെ വികാസം വീണ്ടും ആയില്ലെങ്കിൽ തന്നെ ഒരു MRI കൂടി എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഭാരിച്ച ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഗുളികകൾ കഴിക്കുമ്പോൾ ഭയങ്കര ശക്തി, ഭയങ്കര തലയ്ക്ക് ഭയങ്കര ഓർമ്മക്കുറവ് വളരെ ഉണ്ട്. പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയില്ല. എത്ര വരെ അവൻ്റെ വയസ്സ് പോലും അറിയില്ല. ചിലപ്പോൾ എന്നെ അറിയില്ല, എന്നെ ചേട്ടനെ ആരാന്നൊക്കെ എന്നോട് ചോദിക്കും. അമ്മേനെ അറിയില്ല, ചേച്ചിനെ അറിയില്ല. ചില സമയത്ത് ഇപ്പോൾ പറഞ്ഞ കാര്യം പിന്നെ കുറച്ച് കഴിയുമ്പോൾ അറിയില്ല. പിന്നെ എപ്പോഴും ഒരാൾ കൂടെ വേണം. കാരണം വെച്ചാൽ എപ്പോഴും പിന്നെ മൂത്രമൊഴിക്കാനുള്ള ഇത് കൂടുതലാണ്. അപ്പോൾ കൊണ്ടുപോയി അവിടെ ഇരിച്ചാലും മൂത്രമൊഴിക്കൊന്നുമില്ല. എന്നാലും വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ തന്നെ കിടത്തി കഴിയും. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അവന് വീണ്ടും ബാത്റൂമിൽ പോകണം. എപ്പോഴും ഒരാളവന് കൂടെ വേണം. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പഠിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ഒരു ചെറിയൊരു ഷോപ്പിൽ ജോലിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ആത്മഹത്യ പോകുന്നത്. അപ്പനും അമ്മയ്ക്കും മറ്റു ജോലികൾക്കൊന്നും പോകുവാൻ പറ്റാത്ത അവസ്ഥയിൽ മരുമകളുടെ ചെറിയൊരു ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവർ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. മകന്റെ ചികിത്സയ്ക്ക് നല്ലൊരു തുക തന്നെ വേണം. മരുന്നുകൾക്കും നല്ല വിലയാണ്. മരുന്നുകളുടെ ഉപയോഗം മൂലം ചിലപ്പോൾ എബിന്റെ മാനസിക നില തന്നെ തെറ്റാറുണ്ട്. ആ സമയങ്ങളിൽ ഇയാൾ അക്രമകാരിയാവുകയും നിയന്ത്രിക്കുവാൻ വളരെ പ്രയാസമാകുകയും ചെയ്യും. ഞാൻ എബിൻ്റെ അമ്മയാണ്. അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. അതിനുശേഷമാണ് അവന് അപകടം ഉണ്ടായത്. കാർ ആക്സിഡൻ്റ് ആയിരുന്നു. തലയ്ക്കാണ് ക്ഷതം കൂടുതൽ ഏറ്റിരിക്കുന്നത്. സംസാരിക്കാനോ ഓർമ്മശക്തിയോ അങ്ങനെ ഒന്നുമില്ല. ട്രീറ്റ്മെൻറ്റിന് തന്നെ നല്ല പൈസ വേണം അവന്. പിന്നെ അവന് ആദ്യമൊക്കെ 2 പേര് പോരായിരുന്നു. ഇപ്പോൾ ഒരാളുടെ ഒരു സഹായം എപ്പോഴും ആവശ്യമാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവന് ട്രീറ്റ്മെൻറ്റ് നല്ലതുപോലെ കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ ഭക്ഷണങ്ങളും എല്ലാം നല്ലോണം കൊടുക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ജോലി കൊണ്ട്, അവൻ പോയിരുന്ന ജോലി കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. പിന്നെ ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ പറ്റില്ല. മുട്ടിന് തേയ്മാനായതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മോന് കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു. അവന് ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് ദൂരെ പോകുമ്പോൾ ആഴ്ചയിലേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മോനായിരുന്നു. ഇനിയുള്ള ചികിത്സയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്യണം. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് 8 മാസം വരെ നല്ലോണം ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാസം 4-ാം മാസം വരുമ്പോൾ സംസാരശേഷി ഓർമ്മശക്തി വന്നില്ലെങ്കിൽ
MR സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നോക്കാം. അതിൽ കുഴപ്പം എന്തുണ്ടെങ്കിൽ പിന്നെ നല്ലോണം ട്രീറ്റ്മെൻറ്റ് നടത്തണം. ചിലപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ പ്രൈവറ്റിൽ കൊണ്ടുവേണ്ടി വരും എന്നാണ് ഡോക്ടർ. അവിടെ തിരക്ക് കൂടുതലായതുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. പ്രൈവറ്റിലേക്ക് കൊണ്ടുകൊണ്ട് വരുമ്പോൾ നല്ല പൈസയുടെ ചിലവുണ്ട്. എബിൻ്റെ കൂടെ എപ്പോഴും ആള് വേണം. എഴുന്നേറ്റാൽ ബാലൻസ് ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ട് ചില സമയങ്ങളിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കും. അപ്പോൾ അടുത്ത ആളില്ലെങ്കിൽ വലിയ അപകടമാകും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എബിനെ ഒറ്റയ്ക്കിരുത്തിയിട്ട് എങ്ങും പോകുവാൻ കഴിയുകയില്ല. എനിക്ക് ഷുഗറും തൈറോയിഡും അങ്ങനെ പ്രഷറും എല്ലാം ഉള്ളതുകൊണ്ട്, പിന്നെ കോവിഡ് വന്ന് എനിക്ക് 12 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം എനിക്ക് യാതൊരു ഓർമ്മശക്തി അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളും, ഓർമ്മശക്തിയില്ല, ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപാടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. എന്നാലും മോനെ നോക്കേണ്ട ഒരു ഇതാണ്. ഹസ്ബൻഡിനാണെങ്കിൽ നടക്കാൻ പറ്റില്ല, ഞാൻ തന്നെയാണ് അവനെ അധികവും നോക്കുന്നത്. മരുമകളുടെ വീട് മലയാറ്റൂരാണ്. അവളുടെ വീട്ടുകാരൊക്കെ നല്ല സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ശാരീരികമായിട്ടും. പിന്നെ അവരൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. സാമ്പത്തികമായിട്ട് വലിയ കഴിവൊന്നുമില്ല, എന്നാലും അവർ സഹായങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. മരുമോൾക്ക് ഒരു ചെറിയൊരു ജോലിയുണ്ട്, ഒരു താൽക്കാലികമായിട്ട് ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ആ വരുമാനം കൊണ്ടാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത്. ഈ ഗുഡ്നസ് പ്രോഗ്രാം കാണുന്ന പ്രേക്ഷിതരെല്ലാവരും ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും എൻ്റെ മോനോടുകൂടി ഉണ്ടാവണം. എൻ്റെ മോൻ നല്ലോണം സംസാരിക്കാനും ഓർമ്മശക്തി കിട്ടാനും നല്ലപോലെ നടക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ചികിത്സയുടെ പല ഘട്ടങ്ങളിലും മലയാറ്റൂരുള്ള മരുമോളുടെ വീട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഇവർക്ക് കിട്ടാറുണ്ട്. എല്ലാവർക്കും എപ്പോഴും ചെയ്യുവാൻ കഴിയണമെന്നില്ല എന്ന യാഥാർത്ഥ്യം ഇവർ ഉൾക്കൊള്ളുവാൻ പഠിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയുടെ ശമരിയൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത്. നിരാലംബരായവർക്ക് എന്നും കൈത്താങ്ങി നിൽക്കുന്ന ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകരിൽ പ്രത്യാശ അർപ്പിച്ച് ഇവർ പ്രാർത്ഥനാപൂർവം ഇരിക്കുന്നു. ഇനിയുള്ള ചികിത്സയ്ക്ക് ഒരുപാട് പൈസ വേണം. ഇനിയിപ്പോൾ ഡോക്ടർമാരവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഡോക്ടർ മാത്രം കണ്ടാൽ പോരാ, ന്യൂറോ ഡോക്ടറെ കാണണം, ENT ഡോക്ടർ, 2-3 ഡോക്ടർമാരെ കാണണം. അത് കാണണമെങ്കിൽ ഒരു ദിവസം അവിടെ ഹോൾട്ട് ചെയ്താലാണ് പറ്റില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിലാണ് പോകണത്. ആംബുലൻസിൽ തന്നെ 10,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അവിടെ വെയിറ്റ് ചെയ്ത് വന്ന് ഇവിടെ എത്തണമെങ്കിൽ 14,000 രൂപ അത് വരും. പിന്നെ തുടർന്നുള്ള ചികിത്സയ്ക്കുള്ള മരുന്നിൻ്റെ പൈസ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ അവിടെ ചെന്ന് ഡോക്ടർ MRI സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ MRI സ്കാൻ നമുക്ക് നമ്പർ കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ദിവസം അവിടെ ഹോൾട്ട് ചെയ്തിട്ട് തങ്ങിയിട്ട് വേണം അതെടുക്കണമെങ്കിൽ. പിന്നെ ഡോക്ടർമാരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ശക്തി, ഇങ്ങനെ ആൾക്ക് എഴുന്നേറ്റെടുക്കാനുള്ള ശക്തിയും സംസാര ശക്തിയും, അത് ഡോക്ടർമാർ പറഞ്ഞ ഉള്ളിൽ നല്ല ക്ഷതം സംഭവിച്ചിട്ടുണ്ടാണ്. അത് മാറുമ്പോൾ മാത്രമേ ഇത് ആൾക്ക് കറക്റ്റായിട്ടുള്ള രൂപം സംഭവിക്കുള്ളൂ. ഡോക്ടർമാർ പറഞ്ഞ ശരിക്കും റൊട്ടേഷനായി വരുമ്പോഴേക്കും ഒരു 8 മാസമെങ്കിലും പിടിക്കും അതിൻ്റെ കറക്റ്റായിട്ട് മെമ്മറി വന്നെങ്കിൽ. അതിന് ഒരുപാട് മരുന്നുകൾ മേടിക്കണം. പിന്നെ പ്രോട്ടീൻ പൗഡറാണ് മെയിനായിട്ട് ഇത് കൊടുക്കുന്നത്. പ്രോട്ടീൻ പൗഡറാണ് ശരിക്കും പാലിൽ കലക്കി കൊടുക്കുന്നത്. അത് 200 ഗ്രാമിന് 550 രൂപയാണ്. അത് ഒരാഴ്ച 4 ദിവസം നിൽക്കുള്ളൂ. അതാണ് മെയിനായിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും അതിൻ്റെ വിഷമങ്ങളെ കുറച്ച് മാറുന്നുണ്ട്. പിന്നെ ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒട്ടും ഉറങ്ങില്ല. അതുകൊണ്ടാണ് ആൾ വയലുണ്ടാവണേ. ഡോക്ടർമാർ ഉറക്കഗുളി കഴിച്ചിട്ടുണ്ട്. അത് കൊടുക്കുമ്പോൾ ആൾ കൂടുതൽ വയലുണ്ടാവണം. ഉറക്കഗുളി കൊടുത്തിട്ട് നമ്മൾ സമാനമായിട്ട് കിടക്കാൻ ഉറക്കഗുളി കൊടുത്തുമ്പോൾ ആൾ ഭയങ്കര വയലുണ്ടാവുകയും ചെയ്യും, തളർന്നു പോവുകയും ചെയ്യും. പറഞ്ഞൊന്നും തിരിയില്ല. ഒരു ശരിക്കുള്ള വർത്തമാനം നമുക്ക് പറഞ്ഞ് ഇപ്പോഴും തിരിയില്ല. ചില വാക്കുകൾ മാത്രം നമുക്ക് കൂടുതലൊന്നും പറയുമ്പോൾ അങ്ങനെ കൈകൊണ്ട് കാണിക്കുമ്പോൾ ഒക്കെ അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സ്ഥിതിയിലാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലവരായ ഗുഡ്നസ് ടിവിയിലെ പ്രേക്ഷകർ ഇത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു സഹായം ചെയ്ത് 31 വയസ്സായ എൻ്റെ മകനെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
യുവത്വത്തിൻ്റെ വസന്തകാലത്ത് തന്നെ വാടി വീഴേണ്ടി വന്ന ഈ യുവാവിൻ്റെ ജീവിതത്തിൽ ഉണർവേകുവാനും അതിലൂടെ ആ കുടുംബത്തെ പ്രത്യാശയിലേക്ക് നയിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾക്ക് കഴിയും. അതോടൊപ്പം തന്നെ അകമഴിഞ്ഞ് നൽകുവാൻ കഴിയുന്ന സാമ്പത്തിക സഹായം എബിൻ്റെ ചികിത്സയ്ക്ക് ഉതകുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ ഇവർക്ക് പ്രത്യാശയുടെ വെളിച്ചമായി മാറട്ടെ. ഒരു നല്ല വസന്തകാലത്തിൻ്റെ ഉണർത്തുപാട്ട് ഇനിയും എബിയുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തട്ടെ. ദൈവസ്നേഹത്തിൻ്റെ കരവലയത്തിൽ എന്നും ആശ്വാസം കണ്ടെത്തട്ടെ. സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിഞ്ഞുലയട്ടെ. സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സനൽ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. സനലിൻ്റെ ഭാര്യ ശ്രുതിയാണ് എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത്. സനൽ 42 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഒരു സെയിൽസ്മാനായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 4 വർഷമായിട്ട് അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗം പിടിപെട്ടതിൻ്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുല്ലൂർ ആശുപത്രിയിലാണ് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ലവരായ ആളുകളുടെ സഹായം കൊണ്ടാണ് ഇത്രയും നാളും ഈ ഡയാലിസിസ് നടത്തിക്കൊണ്ടു പോകുന്നതിനും ചികിത്സ സംബന്ധിച്ചിട്ടുള്ള ചിലവുകളൊക്കെ നേരിടുന്നതിനും അദ്ദേഹത്തിന് ഇടയായത്. ഗുഡ്നസ് ടിവി സനലിനെ കുറിച്ചുള്ള വിവരം പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അവർ നൽകിയ ചെറിയ ചെറിയ തുകകളൊക്കെ സമാഹരിച്ചിട്ടാണ് ഇപ്പോൾ 1,15,000 രൂപ സമാഹരിച്ച് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഗുഡ്നസ് ടിവിയിലൂടെ സമാഹരിച്ച തുക ഇപ്പോൾ ഞാൻ സനലിൻ്റെ ഭാര്യ ശ്രുതിക്ക് കൈമാറുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നതിനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ സനൽ എന്ന യുവാവിനെ കുറിച്ച് കേൾക്കാനും അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ മനസ്സിലാക്കാനും ഇടയായപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലവരായ നിങ്ങൾ സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണ് 1,15,000 രൂപ ഇപ്പോൾ കൈമാറുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. നിങ്ങളുടെ നല്ല മനസ്സിനെ ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും സമൃദ്ധമായിട്ട് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാണെന്ന് എനിക്കറിയാം. പലരും ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യവും അതുതന്നെയാണ്. സാധാരണക്കാരും അതുപോലെ തന്നെ ദരിദ്രരുമായ നിങ്ങളുടെ പല ആവശ്യങ്ങളും വേണ്ടെന്ന് വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹോദരന് ഇത്രയും തുക ചികിത്സാ സഹായ നിധിയിലേക്ക് കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചത്. നിങ്ങളുടെ നല്ല മനസ്സിനെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ സനലിനെ നമുക്ക് വീണ്ടും ഓർക്കാം. രോഗസൗഖ്യം അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി. ഗുഡ്നസ് ടിവിയുടെ ഈ പരിപാടി കണ്ട് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം.